ഇഞ്ചിയുടെ കൊച്ച മീൻ വറുത്ത് വെച്ചില്ല. വലിയ മീൻ വേണം, ചെറിയ മീൻ വേണം? വലുത്, ഏറ്റവും വലുത്. എനിക്ക് ഏറ്റവും വലുത് വേണം. എനിക്ക് കുഞ്ഞത് കുഴപ്പമില്ലേ? അമ്മയ്ക്ക് ഏതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഏറ്റവും ചെറിയ മീൻ. ആ ഇല എനിക്കാണ്. എനിക്ക് ഏറ്റവും ചെറിയ മീനാണ്. ഈ ഇല എനിക്ക്. ഏറ്റവും ചെറുതാണ് മുതൽ. നീ വേണ്ടാത്തവർക്ക് കൊടുക്കല്ലേ. ഇറച്ചി കുറച്ചേ വിളമ്പാവേ. പപ്പട വരും ഇങ്ങോട്ട് എടുക്കണം. അവിയല്, തോരൻ, പച്ചടി, പരിപ്പല്ലേ? നെയ്യില്ലാതെ പോയല്ലോ. പരിപ്പും പപ്പടവും കുട്ടിക്ക് തിന്നാൻ. അത് കുഴപ്പമില്ല, നെയ്യ് വാങ്ങാം. നെയ്യ് ഇനിയാണോ? നിനക്ക് ചെറിയ ഒരു പീസ് ഇട്ടാ മതി. മതിയോ? മീൻ ഇത് മതിയോ? ആ ഇങ്ങോട്ടോ പപ്പടം വെച്ചതിന്റെ അടുത്തോട്ടോ മതി. എരുമേറച്ചീനാണ് എരുമ. ഒരു ചെറിയ പീസ് മതി കേട്ടോ. ചെറിയ പീസ് മതിയാണ്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരുടെ വരട്ടെണ്ണ കഴിക്കുമല്ലോ. അങ്ങോട്ട് പോട്ടെ. അല്ല വിളമ്പില്ലത് അവിടെ വിളമ്പില്ല. എടാ അല്ല സാധനം എല്ലാം പറക്കി വെക്കാം. നമ്മൾ ഇന്നിച്ചിന്നിച്ച് പോണ്ടല്ലോ. അന്നേരം കറിയല്ലേ വിളമ്പി വെക്കും. അടച്ചേരും. അല്ല ഇങ്ങോട്ട് എടുത്ത് വെച്ചാലേ ഇനിയാണോ ഇരുന്നോ? പരിപ്പ് ഉളപ്പോന്നേ ഇരുന്നോ. പപ്പടം മാറ്റി വെച്ചേ. ഇവക്ക് ഏതാ? എനിക്കിത് ഞാൻ വെച്ചു. മതിയോ? ഇച്ചിരി പരിപ്പൂടെ വേണമെന്നോ? എല്ലാം ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചാലേ കൊച്ച ഇതിവിടെ സ്ഥലമുണ്ട്. അന്നേരം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളമ്പാം. ഇങ്ങോട്ട് പറഞ്ഞു വിളമ്പണം. മീൻ ചെറിയ ചെറിയൊക്കെ വിളമ്പണം എല്ലാവർക്കും. അന്നേരം ഇങ്ങോട്ട് എടുത്ത് വെക്കും. സാമ്പാർ, മോര്, പായസം ലാസ്റ്റ് എടുത്താൽ വേണം വേണം എല്ലാം എടുത്ത് വെക്കും. അല്ല പിന്നെ തിന്നിവിട്ട് വിട്ട് വിളമ്പാം. എല്ലാം കൂടെ ഞാൻ എല്ലാവരും കഴിക്കും. പായസം ലാസ്റ്റ് അവിടെ ഇരിക്കട്ടെ. ഇവിടോട്ട് വെക്കാം. അവിടെ ആ തോരൻ ഇങ്ങ് എടുത്താട്ടെ. തോരനൊന്നും ആരും ചോദിക്കത്തേ ഇല്ല. അവിയിലൂടെ എടുത്ത് ഇങ്ങോട്ട് വെക്കും. അവില് ചോദിക്കും. തോരനും എടുത്തരും. തോരനോട് എടുത്തരും. എരുമ അതായിരിക്കുന്നു. വിളമ്പ്. ഇറച്ചി ഇങ്ങോട്ട് വിളമ്പ്. ഞാൻ വിളമ്പ്. ഒരു ചെറുത് കുറച്ച് ആദ്യം വിളമ്പോ. ആദ്യം ഒരു സ്പൂൺ എല്ലാവർക്കും. വിളമ്പാൻ പറഞ്ഞു. എല്ലാവർക്കും ഒരു സ്പൂൺ വെച്ച്. ബാക്കി കറികളൊക്കെ ഉണ്ടല്ലോ. ബാക്കി മീനും വറുത്തെല്ലാം ഉണ്ടല്ലോ. മതി മാറ്റി കൊടുക്ക. അയ്യോ ഞങ്ങളുടെ കൊച്ചു സുന്ദരി അവിടെ ഇരിക്കട്ടെ. അമ്മച്ചിക്ക് വേണ്ടേ എരുമ? ആടായല്ലോ. നമ്മുടെ തിരുവോണത്തിന് ആരുമില്ല. ആരും ഇല്ലാത്ത തിരുവോണം. സംഭവം ഈ പാൻ്റെ കറുപ്പാണോ വെളി പാൻ്റെ? ഒരു ഫാൻ കറങ്ങുന്നത് ആഹാരത്തെ നോക്കും. പോത്തല്ല പോത്തറച്ചായിട്ട് കൊടുക്കുന്ന എരുമയുടെ ഇറച്ചിയാ അവിടെ. അതേ അവർക്ക് മംഗലാവും. അതറിയാം. അതുകൊണ്ട് അത് പറയത്തില്ലെന്നേ ഉള്ളു. തിന്നത്തില്ല. അപ്പൊ നന്നായില്ല നമുക്ക്.
പന്നി വാങ്ങിക്കണ്ടോ കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു അവനത് മേടിക്കും. അടുത്തോട്ട് വാങ്ങും. പിന്നെ തിന്നാനുള്ളതല്ലേ മേടിക്കലേ ഇപ്പോഴും അല്ല അതാ ഇങ്കമാലിയില് ഇതൊക്കെ തൊണ്ടക്കുള്ളല്ലേ ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളിയുടെ ഇഞ്ചിപ്പുളി വേണം എനിക്ക്. അമ്മയ്ക്ക് എന്താ വേണം? അമ്മച്ചി എടുത്തോളൂ വന്നേ. നിനക്കോ? വേണ്ടത് അത് എടുക്കാൻ പറയുമ്പോ അതിങ്ങനെ എടുത്ത് തന്നാ മതി. അട്ടക്കോട്ട് ഓണപ്പരിപാടി ഇല്ലയോ? ഉണ്ട്. ഇന്ന് ഓണപ്പരിപാടി കുക്കുവിന്റെ അവിടെ ഇല്ലല്ലോ. കുക്കുവിന്റെ അവിടെ ഇല്ല. പോടിപ്പോ അവിടെ ഇരിക്കട്ടെ. പോ നിങ്ങളുടെ കൊച്ചു സുന്ദരി കൊച്ചു സുന്ദരിയാ. ഉറക്കത്തില്ലാട്ടോ. വെള്ളം കുടിക്കണം. വെക്കത്തില്ല. പിന്നെ തൊണ്ടേ കൊടുക്കും. തൊണ്ട കുരുങ്ങല്ലേ? വെള്ളം തൊണ്ട കുരുങ്ങ വിഴുങ്ങുന്നു. പട്ടി നെഞ്ചത്തിരിക്കുന്ന പുതുക്ക വെള്ളം കുടിക്കുന്നു. കണ്ടെത്തിട്ടേ കാണുന്നുണ്ട്. അറിഞ്ഞില്ല. വെള്ളം എല്ലാം കൂടി കൊടുത്ത് അവിടെ എവിടെ പോയി? ഇല്ല. എന്തിനാ വേണോ? ആരാ കൊണ്ടുപോക്കാൻ പറഞ്ഞു? എനിക്കും പപ്പടം കിട്ടിയില്ല. പകുതി മതി. ഒരെണ്ണം എനിക്ക് വേണം. ഒരെണ്ണം വെച്ചാൽ തന്നെ എന്തിയെ? ഇല്ല. ഒരെണ്ണം വെച്ചേ. എല്ലാത്തിനും വെച്ചു. വിളമ്പി കൊടുക്കാം. അമ്മ എല്ലാത്തും വെച്ചേ. ആരാ വെച്ചേ? എനിക്ക് വെച്ചില്ല. എവിടുത്തെടുത്തോ? ഇതില്ല. പച്ചടി ചെറിയ ചെറിയ ആർക്കൊക്കെ വേണം നോക്കി ഇരിക്കുക. അവിടെ ഇരിക്കട്ടെ. ശമ്പളം കൂട്ടിയിരിക്കുക. നമ്മൾ മൈൻഡ് ആക്കണ്ട. നമ്മൾ വെച്ചാൽ അവിടെ ഇരിക്കട്ടെ. നമുക്കമ്മ ബീഫ് കൂട്ടാതെ ഞാക്കി നിങ്ങൾ കൂട്ടാണ്. എവനാ ഇതാക്കെ ഞാൻ കൂട്ടില്ല, നമുക്കത് കൂട്ടല്ലോ. എരുമയെന്ന് പറഞ്ഞ് വേറൊരു റൂട്ടിട്ട് മാറ്റിയവൻ. എരുമേറച്ചി തിന്നിട്ടില്ലല്ലോ. ചോറ് തോണ്ടിരിക്കുന്നു കേട്ടോ. ഇരിക്കുന്നതിന് മുമ്പ് അല്ല കഴിഞ്ഞു. ആരും രാവിലെ തിന്നില്ല. തിന്നു വേറെ പറഞ്ഞു തിന്നു. വേറെ അമ്മ പുതുമയൊന്നും കാണിക്കാൻ എടുത്തില്ല. സമയമുണ്ടോ മതി? കൂട്ടാം. ഓണം പാത്രത്തിൽ ഒറ്റ കൊടുക്കണ്ടേ? നമ്മൾ എണ്ണീറ്റ് ഇപ്പോഴല്ലേ അപ്പോൾ ഉടനെ എന്നാൽ സാമ്പാറിനോട്ട് നീക്കി വെച്ചേ. ഇവിടോട്ട് വെച്ചാൽ മതി. ആ ഓടട്ടെ. ബീഫ് എടുത്തില്ല. സാമ്പാർ ഇച്ചിരി ഇങ്ങോട്ട് നിൽക്കാൻ മതി. ഞാൻ തരാം.
ചാറ് എല്ലാം കിട്ടും ഒരു വെട്ടം മതിയല്ലോ. അതിൻ്റെ സൈക്കിൾ തിച്ചോട്ടി വെച്ചിരുന്നു. നല്ല സംഭവം കേട്ടാട്ടെ, നല്ല സംഭവം, മോശമല്ല. അവിയൽ വേണം ആർക്കല്ലേ? മോര് അമ്മയ്ക്ക് എന്താ വേണം? അവിയൽ വേണം, ചോറ് വേണം. പൊട്ടല്ലേ? അവിയൽ വേണം. ആർക്കാണോ എന്താണ് അവിയൽ ഇപ്പം ചോറത്തില്ല. തന്നെയല്ലേ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇല്ല സോഫ്റ്റാ. ഇല്ല ഇത് സോഫ്റ്റാ. ഇറച്ചിയുടെ കളർ വേറെയാ. എടാ സോഫ്റ്റ് ഒന്നും അല്ല, രണ്ടും ഒന്ന് തന്നെ. വെന്തങ്ങ് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ആദ്യം ഇവിടെ 4 അടി അടിച്ച് തിന്നപ്പോ വെന്തില്ല. വേവിച്ചില്ലല്ലോ, നമുക്ക് ഇങ്ങനെ ബബിൾക്കും പോലെ തിന്നാം. വേവിക്കാതെ ആള് വന്നു. അവനോട് ഇരിക്കട്ടെ. നോക്കിയാ അതോടെ നോക്കിയാൽ മതി. ഉണ്ടോ? ഞാൻ ഇത് തിന്നപ്പോഴേ അത് നല്ല സോഫ്റ്റ് ആയിരുന്നു. മറ്റേ ബീഫ് ആണെങ്കിൽ ബബിൾക്കം പോലെ ഇങ്ങനെ ചവക്കണം വായിക്കിടന്ന്. നീ എന്താ തിന്നാ? മുമ്പേ ഒരെണ്ണം എടുത്ത് തിന്നു. എന്താണ് മച്ചി? മീനങ്ങ് എടുത്തോ കളയിരിക്കും ചാറുന്നുണ്ട്. തിന്നാൻ മാച്ചുണ്ട്. ഓ വേണ്ട, അതില് വർഷം ഉണ്ടായിരുന്നു. എന്നാ ഈ ചോറും ഒരു ഉറപ്പുള്ളൂ. ചോറും മോരും വേണം. ഇതോടെ തിന്നട്ടെ. പിന്നെ പായസം കുടിച്ചു കഴിഞ്ഞിട്ട് ചോറ് നോക്കുന്നു. കൊള്ളാം. നിങ്ങൾക്കെന്താ വേണം? ഇത് നാരങ്ങ മോത്ത് നോക്കി കിടക്കാനാ. അതൊക്കെയല്ല. നീ എന്താ നോക്കാൻ പറഞ്ഞേ? ഇങ്ങോട്ട് നോക്കിയില്ല. കുക്കൻ ഉറങ്ങി. ചോറ് കൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെയായിരുന്നു വിശപ്പ്. അതിന് കിഴിയിട്ട് ഇങ്ങനെ കുഴഞ്ഞാണ്. ചോറെടുത്ത് വിഴുങ്ങിയത് ചവച്ചില്ല. അത് നോക്കുമ്പോ വിഴുങ്ങുന്നു, അടുത്തെടുക്കുന്നു, വിഴുങ്ങുന്നു. സാമ്പാറിന് ഒരാൾ ഇങ്ങോട്ട് എടുത്തിട്ടാണ്. ഇതും പൊക്കി അതാ കാസർഗോഡ് വരെ അത് മതി മോനെ, ശരി മതി. ഇവർക്ക് മീൻ വേണ്ട എടുത്തിന്ന് വെച്ചേ. എനിക്കുണ്ട. മഞ്ഞ എടുത്തേ പാത്രത്തിനകത്തങ്ങ് ഇട്ട് വെച്ച് എന്തിനാ ചോറ് ഇതിനകത്ത് ഇട്ടത്? അതങ്ങ് എടുത്ത് കൊടുക്കും മോളെ. മീനെ തുറന്നു വെച്ചിട്ടില്ലേ? നോക്കിയേ ഒരനക്കം കിട്ടും. നിങ്ങൾക്ക് എന്താ ചോറെടുക്കണം?
ഏ ഏ ആവശ്യമുണ്ടോ? ആ ബീഫ് ഒറ്റയ്ക്കില്ല. വെള്ളം ബീഫ് കിട്ടിയാൽ കൊള്ളാം. ഏലക്ക സവാള മാത്രമേ ഉള്ളായിരുന്നു കളി കുഴഞ്ഞിരിക്കുന്നത്. അമ്മച്ചി എടുത്തു കൊടുത്താൽ അയത്തും ഉണ്ടോ? അല്ലാണ്ട് അങ്ങോട്ടും കൊടുത്തോ കൈ കൊണ്ട്? അമ്മക്ക് വേണോ? കുറുകിയില്ലേ? ഇവിടെ വൈകിട്ട് ഇച്ചിരി പാലൂടെ ഒഴിക്കണം. ഇത് രുചി കൂട്ടിയതാ. മതിയോ? ഒഴിച്ചിട്ട് ഇനി കൊടുക്കാം. പഴം വേണമായിരുന്നോ? ഇത് അതിട്ട് കുറുവലോടി മിൽക്ക് മേഡ് ഇട്ടത്. മിൽക്ക് മേഡ് അല്ലല്ലോ നമ്മൾ എന്നിട്ട് അമൂലിന്റെ അതായിട്ട് ഒഴിച്ചു കൊടുക്കും. പാൽപ്പായസം നല്ലവരായതാ. ഇത് സൗകര്യമില്ല. ഈ സദ്യയുടെ കൂടെ മടത്തമീനൊന്നും തരില്ല, ഭയങ്കര സ്മെല്ല് വരും. അതറിയാം. അത് മീൻ എന്തിനാ മീൻ കറിയായിടുന്നത്? ഇതെന്താ വറുത്തമീൻ കൊണ്ട് ഇതിന്റെ കൂടെ വെച്ചത്? എന്നാ എന്തി വെച്ച ഭർത്താവിന്റെ പാത്രത്തിലോട്ട് വെച്ചത്? ഞാൻ വെച്ചു, ഞാൻ ഇട്ടത്. വറുത്തമീൻ സ്മെല്ല് വരും. വറുത്തമീൻ ഇങ്ങോട്ട് കറി മീൻ തറിയോ? ഞാൻ എടുത്തു. നിനക്കാണോ മീൻ കറി? മീൻ കറി വേണം. എനിക്ക് മീൻ വറുത്ത വേണ്ട. ഞാൻ പിന്നെ ആലോചിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ നല്ല കയ്യിലോട്ട് സ്മെല്ല്. പായസത്തിലും കാണും. ഒരാള് ഫ്ലാറ്റായി. പായസം ഒഴിച്ചോളൂ. പായസം വേണോ? മാമട്ടിക്കുട്ടി ഇത് തവിക്കാത്ത പകുതി ഇരിക്കുവാണല്ലോ. എടാ നീ ഏതാ കൊണ്ടുവന്ന സാധനം ഒഴിച്ചപ്പോ അങ്ങ് കുറുകിയടാ. അതാ അത് കുറുകാനുള്ളതാ, കൊഴുപ്പ് കിട്ടാൻ. പായസം ഇങ്ങനെ ഇടി. അന്നേരം ഇനി ബാക്കി നീ എങ്ങനെ ഇടുവടി? മണ്ടത്തിനും കാണിക്കും ഇവിടെ കഴിഞ്ഞിട്ട്. എന്നാ വെള്ളം പറ. ഇനി എങ്ങനെയുള്ള ഇത്രയും കുറുകി പോയോ? അത് നല്ല കട്ടിയില്ലയോ? ഏതാ? ആ അമൂലിന്റെ പാല് 1.5 ലിറ്റർ പാല് ഒഴിച്ചു. ഒരു കാര്യമില്ല, 1.5 ഇട്ടാലും 3/4 ഇട്ടാലും പകുതി കൂടുതൽ ടിമ്മണി കിട്ടും. അത് ഇത് ഉപയോഗിച്ച് കൈകാര്യം ചെയ്തോട്ട് ഇത് ഇതായി. എടാ ഇല്ല പായസം എടുത്തേര്. ഈ തവി വേറെ വേണം. വേണ്ട എടുത്തു കൊടു. പിന്നെ ഇച്ചിരി എടുത്തു കൊടുക്കണം. വേണ്ട ഞാൻ എടുത്തോളാം. തീർക്കും. അവിടെ കൊടുക്കാദ്യം. അപ്പൊ തന്നെ ആദ്യം അതെ കരയ്ക്കും. പിന്നെ സമാധാനമായിട്ട് തിന്നാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തിന്നോ? ഓക്കെ ഓക്കെ. അത് കൊടുക്കാൻ അവരെടുത്തോളാം, ഒന്നും മടിക്കാതെ. ഇനി എടുത്തോടാ പാത്രം. അങ്ങോട്ട് കൊടു. തീർന്നു. അത് നീ വിട്ട് ചാളല്ല. എനിക്ക് തിന്നാനാ കൊടുത്ത അമ്മച്ചി. നീ തരാവുന്ന ഇരിപ്പുണ്ട്. ആദ്യം തിന്നു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അമ്മച്ചി നീ ഇത് ചാളല്ല. ഒന്നും ആയില്ല അത് കേട്ടോ. ഒന്നും ആയില്ല. കുറച്ചുകൂടെ വെച്ചു കൊടുക്കുക. അമ്മ രണ്ടിടത്ത് നിൽക്കുന്നുണ്ടല്ലോ. രണ്ടിടത്ത് നിന്ന് സംസാരിക്കും. അല്ല ഒന്നും ആയില്ല. എനിക്കറിയാം ഇവര് വിറ്റടിക്കുന്നയാ. അവർക്ക് അതറിഞ്ഞില്ലയോ? അവർക്ക് കിട്ടിയില്ല. നോക്കി അയ്യേ പോടാ. അതിനായിരുന്നു. എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരാം. ചിപ്പി കഴിച്ചു കഴിഞ്ഞു. വിട്ടോ. ഇവർക്കും കൊടുക്കുക. എനിക്ക് വേണ്ട. എനിക്ക് ഇച്ചിരി എന്നാ അമ്മ ഇത് കഴിഞ്ഞിട്ട് തിന്നാ മതി. നിനക്ക് വേണോ?
അത് ഇവനും വേണോ എടുത്തോണ്ട് വരും. എല്ലാവർക്കും വേണം. ആ നീ കൊണ്ടുവരും എല്ലാവരും തിന്നും. ഇങ്ങോട്ട് വെക്കാം, ഞാൻ വെള്ളം കുടിക്കണം. എന്നിട്ട് നീ തിന്നെ പുളിശ്ശേരി ഒഴിച്ച് ചോറ് തിന്നും. ഓ ചെരിച്ച്. പിന്നെ വേണ്ടെന്ന് എനിക്ക് വേണ്ട. എന്തുവാ ആ ഇച്ചിരി പച്ചടി എത്താ. ഇഞ്ചിപ്പുളി ഇന്നടാ അതാ ഇഞ്ചി കഴിക്കണം. ഇഞ്ചിയാ ഇതിന്റെ കൂടെ ഇഞ്ചിപ്പുളി അതാ ചുവന്നിരിക്കുന്നത്. പേരിയൊക്കെ തിന്നോ. നിങ്ങൾ പറഞ്ഞ പായസം കുച്ചണമെന്ന്. പായസം എന്റെ മണക്കാരി പറഞ്ഞു എന്നോട്. അങ്ങനെ പറ. കൊള്ളാം. എനിക്ക് വേണ്ട കേട്ടോ പായസം. എനിക്ക് ഒരു തവണ മതി. നീ ഓട്. എനിക്ക് വേണ്ട. നിങ്ങൾക്കാ വേണ്ടേ വേണ്ടേ പുളിശ്ശേരി ഒഴിച്ച് പുളിശ്ശേരി ഒഴിച്ച് ചോറില്ല നല്ലതാ. എടാ ബീഫ് തിന്നുന്നില്ല ഇച്ചിരി ഞോളൊക്കെ ആയിട്ടാലോ. എടി ഇച്ചിരി കവർ പാൽ ഇട്ടോണ്ട് വാ. കൊച്ച എനിക്ക് ഒരു ചുവന്ന വെള്ളം. പാലം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനകത്ത് ഒഴിച്ച് അങ്ങനെ യൂസ് ആവത്തില്ലയോ? എന്നാ ഇച്ചിരി ചൂടുവെള്ളം എടുത്തൊഴി. കഴിഞ്ഞോ എല്ലാവരുടെയും പരിപാടി? അത് മോശമാകുന്നല്ലോ. അപ്പൊ എല്ലാവർക്കും കൊടുത്താൽ അതൊന്നും തരുന്നില്ലയോ? ഒരാൾ മാത്രം എന്തോ ഇല്ല. ഛെ. ഇവിടെ വേണ്ടായിരുന്നു എന്തോ ഇഞ്ചിപ്പുളി. പായസം ഒഴിച്ച് പഴം കൊടുക്കും. നോക്കല്ലേ ചെറുക്കെ. കണ്ടിട്ടോ കഴിക്കുന്നത്. പായസം കുടിച്ച് കഴിഞ്ഞാലേ അവിടെ വെച്ചോ. പൈസ കുടിച്ചിട്ടാ ചോറും വേണം. ആരാ നീ കുടിയിലോട്ടാ എണീപ്പിക്കട്ടെ, കൂട്ടാൻ കൊടുക്കട്ടെ. കൂട്ടാൻ കൊടുക്കണം. കൊച്ചു സുന്ദരി ഇങ്ങോട്ടൊന്ന് വന്നീടി. അയ്യോ കൊച്ചു സുന്ദരിയാണ് ഞങ്ങളുടെ കൊച്ചുമോനാണ്. പ്രസവം വരട്ടെ അല്ലയോ? ആരാ പറയുന്നേ? അമ്മ. പ്രസവം വരട്ടെ. വെള്ളം എടുക്കും. വെള്ളം. പക്ഷേ ഞങ്ങൾ വെല്ലുമിഞ്ഞായിരുന്നു പ്രസവം വരട്ടെ. ഞാൻ കളഞ്ഞി കൊടുത്തല്ലേ പ്രസവം വരട്ടെ എന്ന് പറഞ്ഞേ. പ്രസവം വരട്ടെ. ആ മതി. അവര് പണ്ടത്തെ സർജനായിരുന്നു. സർജൻ അവിടുന്നല്ല വരുന്നതെന്നറിയാം. ഡോക്ടറെ തിരക്കി ആൾക്കാരാണ്. അയ്യോ മീൻകറിയൊക്കെ അങ്ങ് അടച്ചു നോക്കാം. ബാക്കിയുള്ള എല്ലാണ്ട് ആദ്യം അമ്മ ഇലയൊക്കെ എടുത്ത് കളാം. എന്നിട്ട് പിന്നെ അടച്ചു വെക്കും, തുറന്നു വെക്കും. ഞാൻ ആദ്യം പട്ടിക്ക് വെക്കും.